ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാനാണ് അമ്മൂമ്മയെ സോപ്പിട്ട് ഈ 100 രൂപ മേടിച്ചത്. അപ്പൊ എനിക്ക് വലിയ സ്പെഷ്യൽ എന്തെങ്കിലും മേടിച്ച. എന്റെ അമ്മ പിന്നെ ഇയാള് വെച്ചോടെ 100 രൂപ. എനിക്കൊന്നും വേണ്ട. ഇപ്പൊ നിനക്ക് സ്പെഷ്യൽ വാങ്ങുമ്പോ തന്നെ പൈസ തീരുമല്ലോ. ഇത് വേറെ ആർക്കൊന്നും വാങ്ങണ്ടേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു ചോക്കോബാർ മേടിക്കാം, ബാക്കി പൈസക്ക് മിഠായി മേടിക്കാം. 30 രൂപയല്ലേ ആവത്തുള്ളൂ. എന്തെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ഒന്ന് മിണ്ടാണ്ട് നടക്കും അവിടം വരെ. ചേച്ചി എന്റെ 100 രൂപ. ചേച്ചി എനിക്ക് വില തരണം. നിനക്ക് വില തരണോ? പിന്നെ 100 രൂപ വാങ്ങിയനാ? ഒരു കാര്യം ചെയ്യാം, എന്നിട്ട് ഒരു ഫ്ലെക്സ് അടിച്ചങ്ങ് വെക്കാം. എവിടെ വെക്കണം? ഇവിടെ വെക്കണോ? അങ്ങ് വാഴക്കാല ജംഗ്ഷനിൽ കൊണ്ട് വെക്കണോ? ചേച്ചിയെ കൊണ്ടു നടക്കാനല്ലേ ചേച്ചിക്ക് പറ്റത്തുള്ളൂ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. വന്നപ്പോ നീ നമ്മളെ കൊണ്ടുനടക്കണം നായ. ഈ പെണ്ണെ നിന്നെ ഞങ്ങളാണ് കൊണ്ടുനടക്കണത്. നീയാണ് ചെറുത് ചിടുങ്ങ് കേട്ടാ. ചേച്ചിയാണ് ചിടുങ്ങ്. അയ്യോടാ നീയാണ് ചിടുങ്ങ്. കണ്ട ഹൈറ്റ് ഡിഫറൻസ് കണ്ടാ? സമ്മതിച്ച് എന്താണ്ട് നടക്കടേ പൊന്നോ. ഭയങ്കര വെയില്. ഈ വെയിലൊക്കെ ഇപ്പങ്ങ് മാറും. നല്ല മഴക്കാറുണ്ട്. പെയ്താ തീർന്നു. ഞാൻ വീഴ്ത്തണം. ചേച്ചി പാലില്ലാത്ത ആളാന്ന് തോന്നുന്നു. മക്കള് വാ. ചേട്ടാ നമ്മൾ സഹായിക്കാം. ചേട്ടാ. മക്കൾ അപ്പുറത്തോട്ട് വേണം. ചേട്ടൻ പറയൂ. ഉണ്ട് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ടേ വലിയ ഉപകാരം. മക്കളെ ചേട്ടന്റെ വീട് എവിടെയാ? വീട് ഇവിടെയൊക്കെ തന്നെ മക്കളെ. ചേട്ടൻ എന്തോ ജോലിയാ? ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ആ ജോലിക്കിടയിലാണ് ഈ കാലൊക്കെ പോയി ജീവിതം ആകെ പ്രശ്നത്തിലായത്. ചേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചു. അല്ല ശരിക്കും പറ, കഴിച്ചായിരുന്നോ? ചേട്ടാ ഞാൻ പൈസ തന്നു കഴിഞ്ഞാ ചേട്ടൻ മേടിക്കോ? അയ്യോ പൈസ ഒന്നും വേണ്ട മോളെ. മക്കളെ നല്ല മനസ്സാ മോളുടെ. മിടുക്കി കുട്ടിയാ. മക്കൾ പോയിക്കോ, പൈസ ഒന്നും വേണ്ട. ഞാൻ സ്നേഹത്തോടെ തരുന്നല്ലേ. ചേട്ടാ അവൾ സ്നേഹത്തോടെ തരുന്നതല്ലേ. ചേട്ടാ വാങ്ങിക്കോ ചേട്ടാ. അല്ല എന്തേലും ആവശ്യത്തിനൊക്കെ വെച്ചായിരിക്കില്ല മോളെ. ഒന്നും കുഴപ്പമില്ല ചേട്ടാ. ചേട്ടാ വാങ്ങും. ചേട്ടൊന്നും കഴിച്ചിട്ടില്ലാന്ന് നമുക്കറിയാം. ഞങ്ങളുടെ വീടേ രണ്ട് ഈ ഇറക്കുമ്പോഴത്തേക്കുള്ള 2ാമത്തെ വീടാ. ഒരു 2 നില വീട്. ചേട്ടന് വിശക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ അങ്ങോട്ടേക്ക് വാട്ടോ, ഫുഡ് കഴിക്കാം. വേറെ ഒന്നും വിചാരിക്കണ്ട. ധൈര്യത്തോടെ വന്നു. ശരി ഞങ്ങളെന്നാ ചെല്ലട്ടെ. തരണം കേട്ടോ. വരണേ. നോക്കാം മക്കളെ കേട്ടാ. ഞങ്ങളെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അമ്മൂമ്മ നമ്മൾ എത്തിയേ. ഓടി വാ. എടി സാധനം ഇട്. എന്തോന്ന്? ഓ എന്തോന്ന്? മിഠായി എടിയക്കരെ കളിക്കാതെ. നമ്മളൊന്നും വാങ്ങിയില്ല. ഓ നമ്മളൊന്നും വാങ്ങിയില്ലടേ. അമ്മൂമ്മയുടെ 100 രൂപ മേടിച്ചിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞ്. ഞാൻ പറഞ്ഞു വിട്ട എന്റെ തേങ്ങ മിഠായി എവിടെ? ചേട്ടാ ഞങ്ങളൊന്നും മേടിച്ചില്ലെന്ന് പറഞ്ഞില്ലേ. കളിക്കല്ലേ. എവിടെ എന്റെ തേങ്ങ മിഠായി? മേടിച്ച തേങ്ങ മിഠായി ചേച്ചി അനിയത്തി കൂടെ തിന്നു നിർത്താണോടാ. അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ ഓണമാണ്. ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മേടിച്ചിട്ടില്ല. എന്തോടാ ഇവര് മേടിച്ച തേങ്ങ മിഠായി ഇവന് കൊടുത്തില്ലെന്നും പറഞ്ഞു വലിയ വിഷയം. അയ്യേ കാണ്ടാമൃഗത്തിനെ പോലെ വളർന്ന് എന്നിട്ടാണ് തേങ്ങാ മുട്ടായി തേൻമുട്ടായി എന്നൊക്കെ പറഞ്ഞു. എടാ കല്ലുനക്കാരും കഷ്ടമാണല്ലോടാ നീ. അല്ലേ അത് കൊള്ളാല്ലേ. ഞാൻ കല്ലുനക്കാളും കഷ്ടമെന്നോ? നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അതും കൊണ്ട് മിഠായി മേടിച്ചോണ്ട് വന്നാ എല്ലാവർക്കും മേടിച്ചോണ്ട് വരും ഇല്ലേ?
ഇവര് കൊണ്ടുപോയത് 100 രൂപയാണ്. അതല്ല, ആ പൈസ വേറൊരു വഴിക്ക് പോയി, അതുകൊണ്ടാണ്. എങ്ക പോച്ചു അന്ത പൈസ? പാറു ആ കാശിട്ട് വീശുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അത് വേറെ വഴിക്ക് പോകും. അളയാ അളയും തോക്കിനകത്ത് കയറി വെടിയൊക്കെ അല്ലേ? ഞാനില്ലേ ഒരാൾക്ക് ആ പൈസ കൊടുത്ത്. ഞാൻ തന്ന പൈസയുടെ കാര്യമാണോ ഈ പറയുന്നേ? അത് ആർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുപോയതാ? ഞാൻ തേങ്ങ വിറ്റും മാങ്ങ വിറ്റും ഒക്കെ സ്വരുക്കൂട്ടി വെച്ചേക്കുന്ന കാശായിരുന്നു. അയ്യോ, ആ റബ്ബർ വിറ്റിയ കാര്യം കൂടെ ഒന്ന് പറയോ? എനിക്ക് സൗകര്യമില്ല. പറയണ്ട. അമ്മൂമ്മ, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് റോട്ടിലൊരു ചേട്ടൻ നിൽക്കുന്ന കണ്ടു. ആ ചേട്ടനാണെങ്കിൽ ഒരു കാലില്ല. അപ്പൊ പാറുവിനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായി. പിന്നെ നമ്മൾ ആ 100 എടുത്ത ചേട്ടനും കൊടുത്തു. ആ ചേട്ടന് ഞങ്ങൾ പൈസ കൊടുത്തപ്പോഴേ ആ ചേട്ടന് ഭയങ്കര സന്തോഷായി. ഞങ്ങള് കാപ്പി കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുള്ളി വരുമെന്ന്. ആള് കണ്ടപ്പോ ഭയങ്കര അഭിമാനിയാന്ന് തോന്നുന്നു. നമ്മള് പൈസ കൊടുത്തപ്പോ പോലും പുള്ളി വേണ്ട വേണ്ടെന്നാ പറഞ്ഞത്. പുള്ളി ഇങ്ങോട്ട് തിരിച്ചു തരാനാണ് നോക്കിയത്. പക്ഷെ നമ്മളങ്ങ് നിർബന്ധിച്ച് കൊടുക്കുക ചെയ്തേ. നമ്മുടെ ഏരിയയില് കാലില്ലാത്ത ആരളിയാ? ആ ചിലപ്പോ വേറെ എവിടെയെങ്കിലും ഉള്ളതായിരിക്കൂടാ. ആ ചേട്ടന്റെ കാലെങ്ങനെ നഷ്ടപ്പെട്ടെന്നറിയോ? ജോലി ചെയ്തോണ്ടിരുന്ന സമയത്താ നഷ്ടപ്പെട്ടത്. ഓരോരുത്തരുടെ വിധിയല്ലേ. അമ്മൂമ്മ കൊടുത്ത 100 രൂപ ഒരു നല്ല കാര്യത്തിനാണ് ഉപകാരപ്പെട്ടത്. അതുകൊണ്ട് അടുത്ത 100 രൂപ എടുപ്പ് മിഠായി മേടിക്കും. പോടാ അവിടുന്ന്.